ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 3D ഫ്ലിപ്പ് ലെയർ ട്രാൻസാക്ഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനത് അപ്ലൈ ചെയ്യുന്നത് 2 ഷോർട്ട് വീഡിയോസിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസിൽ ആഡ് ചെയ്യാം, പക്ഷേ വീഡിയോസിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലുക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാനിത് ചെയ്യുന്നത് Alightmotion യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ Alightmotion ഓപ്പൺ ചെയ്യുക, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസിൻ്റെ അല്ലെങ്കിൽ വീഡിയോസിൻ്റെ സൈസ് എത്രയാണോ അത് നോക്കിയിട്ട് നിങ്ങൾ റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 9:16 ആണ് റേഷ്യോ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫ്രെയിം പെർ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. 30 സെക്കൻഡ് നിങ്ങളുടെ ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നുണ്ട് ഞാൻ. എന്നിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 വീഡിയോസ് ഷോർട്ട് വീഡിയോസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ പോവുക. മീഡിയയിൽ എവിടെയാണോ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഉള്ളത് അതൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള 2 വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 2 വീഡിയോ നിങ്ങൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടിക്ക് ഓപ്ഷൻ വരും. എന്നിട്ട് അത് ഓർഡറിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു, ഞാൻ 2 സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലെ നിങ്ങൾക്ക് ഇങ്ങനെ 2 ഓപ്ഷൻ കാണാം. ഫസ്റ്റിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത വീഡിയോൻ്റെ തൊട്ട് മേലെ ആയിട്ടാണ് അടുത്ത വീഡിയോ വരിക. അപ്പോൾ എനിക്ക് അങ്ങനെയല്ല വേണ്ടത്, ഒരു വീഡിയോൻ്റെ എൻഡിൽ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഈ 2ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ മതി, നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 വീഡിയോസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ വേണം. അതിന് വേണ്ടിയിട്ട് 1ാമത്തെ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷനിൽ പോവുക. എന്നിട്ട് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതേപോലെ നമ്മുടെ സെക്കൻഡ് വീഡിയോയും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷനിൽ പോവുക, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കിവിടെ 4 ലെയർ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ വീഡിയോന് മുകളിലത്തെ ലെയർ അഥവാ സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്യുക. അഥവാ നമ്മൾ നേരത്തെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. എന്നിട്ട് അതിലെ സ്കെയിൽ ഓപ്ഷനിൽ പോയിട്ട് ഈ ഒരു വീഡിയോൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഇതിങ്ങനെ കുറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കുറയേണ്ടത് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഇത്രയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക നിങ്ങൾ എത്രയാണ് സെറ്റ് ചെയ്തത്. അതേപോലെ തന്നെ അടുത്ത ലെയറും സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിതിവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് വീഡിയോയിൽ പോയി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്തു, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, സ്കെയിൽ ഓപ്ഷനിൽ പോവുക. എന്നിട്ട് അതും അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ലെയർ 2 ഉണ്ട്. ആ 2 ലെയറും നമുക്ക് ഹൈഡ് ചെയ്യണം. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളിവിടെ സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് 4 ലെയറിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ടാവും. അതിൽ സെക്കൻഡ് ലെയറും 4th ലെയറും നമ്മൾക്ക് ഹൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ലെയറിൻ്റെ അവിടെ ഒരു ഐൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ക്രോസ് മാർക്ക് വന്നിട്ടുണ്ടാവും സെക്കൻഡ് ലെയറിൽ. അതേപോലെ തന്നെ 4th ലെയറിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അതങ്ങനെ അത് 2ഉം ഹൈഡായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ വീഡിയോ 1ാമത്തെ വീഡിയോ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോവുക, 3Dയിൽ പോവുക. അതിൽ ഫ്ലിപ്പ് ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആംഗിളിൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് ഈ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ മിഡിലും ഏകദേശം ഒരു മിഡിലായിട്ട് വരുന്നിടത്തും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അങ്ങനെ എന്നിട്ട് എൻഡിൽ വന്നിട്ട് എൻഡിൽ നമ്മൾ ആംഗിൾ എന്ത് ചെയ്യുക, -90 ഡിഗ്രി സെറ്റ് ചെയ്യും. അതേപോലെ സ്റ്റാർട്ടിങ്ങിലത്തെ കീയിൽ വന്നിട്ട് നമുക്ക് അവിടെ എന്ത് 90 ഡിഗ്രി സെറ്റ് ചെയ്യണം. അതിന് ഈ ഒരു എയറോ സെലക്ട് ചെയ്താൽ മതി. ഒന്നും കൂടി സെലക്ട് ചെയ്താൽ ഫസ്റ്റിലത്തെ കീയിൽ വന്നിട്ടുണ്ടാവും. അവിടെ നമുക്ക് എന്ത് സെറ്റ് ചെയ്യാം, 90 ഡിഗ്രി പോസിറ്റീവ് 90 ഡിഗ്രി സെറ്റ് ചെയ്യാം.
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിൽ ഒരു കേവ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കേവ് ഓപ്ഷനിൽ പോവുക. കേവ് ഓപ്ഷനിൽ പോയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്ന കേവ് ഈ ഒരു കേവാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോപ്പി ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ താഴെ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. കോപ്പി കേവ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് അത് തൊട്ടിപ്പുറത്തെ ലാസ്റ്റ് രണ്ട് കീൻ്റെ ഇടയിൽ വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 3 ഡോട്ട് സെലക്ട് ചെയ്യുക. പേസ്റ്റ് കേവ് കൊടുക്കുക. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള കേവ് ഉണ്ട്, ഇതിന് നേരെ ഓപ്പോസിറ്റാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് റിവേഴ്സ് ആയിട്ടുണ്ടാവും. അതവിടെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ബാക്ക് വന്നിട്ട് ആ എഫക്ട്സ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ എഫക്ട്സ് പോയിട്ട് ആ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലത്തെ 3 ഡോട്ട് സെലക്ട് ചെയ്യുക. കോപ്പി ഇഫക്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേ സെയിം എഫക്റ്റ് നമുക്ക് രണ്ടാമത്തെ അഥവാ നമ്മുടെ സെക്കൻഡ് വീഡിയോൻ്റെ ഫസ്റ്റ് ലെയറിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ സെക്കൻഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് എഫക്ട്സിൽ പോയിട്ട് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച ആ 2 ലെയേഴ്സും നമുക്കൊന്ന് ചെയ്യാം, ഹൈഡ് മാറ്റാം, എനേബിൾ ചെയ്തെടുക്കാം. എന്നിട്ട് മേലത്തെ ഫസ്റ്റിലത്തെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, മിഡിലിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, പിന്നെ എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിലെ കീ ഫ്രെയിമിൽ വന്നിട്ട് നമുക്ക് ഈ ഒരു ലെയർ ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ഈ ഒരു അറ്റത്തേക്ക് കൊണ്ടുവരാം. അത് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു റെഡ് ലൈൻ ഉണ്ടാവും. റെഡ് ലൈന് ബ്ലാക്ക് ആവാൻ നോക്കണം. ആ ഒരു റെഡ് ലൈൻ തന്നെയാണ് ഉള്ളതെന്ന് നോക്കണം. അത് നിങ്ങൾ വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാം. അതേപോലെ എൻഡിലത്തെ കീ ഫ്രെയിമിൽ വന്നിട്ട് അതിങ്ങനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം, റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പം അത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആദ്യത്തെ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിൽ വന്നിട്ട് നമുക്ക് ആ ഒരു കേവ് ഒന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ കേവ് ഓപ്ഷനിൽ പോവുക, 3 ഡോട്ടിൽ പോവുക, പേസ്റ്റ് കേവ് എടുക്കുക. അതേപോലെ ലാസ്റ്റ് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിൽ വന്നിട്ട് 3 ഡോട്ട് പോയിട്ട് പേസ്റ്റ് കേവ് കൊടുക്കുക, എന്നിട്ട് റിവേഴ്സ് കൊടുക്കുക. അപ്പോൾ അതും കഴിഞ്ഞു. ഇതേ സെയിം പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യണം. ഇതിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച എഫക്റ്റ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് എഫക്ട്സിൽ പോയിട്ട് 3 ഡോട്ടിൽ പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വീഡിയോൻ്റെ എല്ലാ സംഭവം സെറ്റായി. ഇതേ സെയിം പ്രൊസീജിയർ നമ്മൾ എവിടെയും ചെയ്യാം, സെക്കൻഡ് വീഡിയോയിലും ചെയ്യാം. അപ്പോൾ ഞാൻ അത് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്കോ അല്ലെങ്കിൽ ഷാഡോ എഫക്റ്റോ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ബോർഡർ ആൻഡ് ഷാഡോയിൽ പോവുക, എന്നിട്ട് സ്ട്രോക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ സ്ട്രോക്കിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വൈറ്റ് സെറ്റ് ചെയ്തു. അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ സെയിം സംഭവം സെക്കൻഡ് ലെയറിലും ചെയ്യാം. ഷാഡോ ആണ്, ഷാഡോ എഫക്റ്റ് ആഡ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത്രയേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഷാഡോ ആണെങ്കിൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ബോർഡർ ആൻഡ് ഷാഡോ പോയി ഷാഡോയിൽ ഷാഡോ എനേബിൾ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു വീഡിയോൻ്റെ ഒപ്പാസിറ്റി വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. അതിന് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ലെയർ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് വീഡിയോ ഉണ്ടാവുക. സിമ്പിളാണ്, പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചുള്ള കുറച്ച് എക്സ്ട്രാ എഫക്ട്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.